നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പദവി, പക്ഷേ ഏറ്റവും വലിയ അധികാരമോ? ഒരുപാട് സംശയങ്ങളുള്ള ഒരു പോസ്റ്റാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റേത്. അപ്പോ ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റിയൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, രാജ്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ്, വധശിക്ഷ വരെ ഇളവ് ചെയ്യാൻ അധികാരമുള്ളയാൾ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലവൻ. എന്നിട്ടും ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ലീഡറാണോ പ്രസിഡന്റ്? അല്ല. എന്തുകൊണ്ടാണ് ഈ ഒരു വൈരുദ്ധ്യം? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ഈ പോസ്റ്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് അഴിച്ചു പരിശോധിച്ചാലോ? അപ്പോ ആദ്യത്തെ സെക്ഷൻ, ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ, അതായത് രാജ്യത്തിന്റെ ഫസ്റ്റ് സിറ്റിസൺ. എന്താണ് ഈ പദവി കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? നോക്കൂ, നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 52, 53 ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രസിഡന്റാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ, പിന്നെ നമ്മുടെ ആംഡ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡറും. പക്ഷേ ഇവിടെയാണ് ഒരു പക്ഷേ വരുന്നത്. ഇത് കൂടുതലും ഒരു സെറിമോണിയൽ പോസ്റ്റാണ്, അതായത് ഒരു ആലങ്കാരിക പദവി. യഥാർത്ഥ പവർ വേറെയാളുടെ കയ്യിലാണ്. ശരി, അപ്പോ അടുത്ത സെക്ഷനിലേക്ക് പോവാം. എങ്ങനെയാണ് ഒരാള് പ്രസിഡന്റ് ആകുന്നത്? ആ ഒരു ഇലക്ഷൻ പ്രോസസ്, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോ ഈ ജോലിക്ക് അപേക്ഷിക്കാൻ ചില ബേസിക് ക്വാളിഫിക്കേഷൻസ് വേണം. ആർട്ടിക്കിൾ 58 അത് കൃത്യമായി പറയുന്നുണ്ട്. 1, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 2, 35 വയസ്സ് തികഞ്ഞിരിക്കണം. പിന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയും വേണം. പക്ഷേ ഈ യോഗ്യതകൾ മാത്രം പോരാട്ടോ. ബാലറ്റിൽ പേര് വരണമെങ്കിൽ 50 ഇലക്ടർമാർ നിങ്ങളുടെ പേര് പ്രപ്പോസ് ചെയ്യണം. വേറെ 50 പേര് അത് സെക്കൻഡ് ചെയ്യുകയും വേണം. ചുമ്മാ ആർക്കും കേറി മത്സരിക്കാൻ പറ്റില്ലെന്ന് സാരം. അത്രയും സീരിയസ് ആണ് ഈ പോസ്റ്റ്. ഇലക്ഷൻ പ്രോസസ് ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല. നമ്മൾ ജനങ്ങളല്ല നേരിട്ട് വോട്ട് ചെയ്യുന്നത്. പകരം പാർലമെന്റിലെയും സ്റ്റേറ്റ് അസംബ്ലിയിലെയും ഇലക്റ്റഡ് മെമ്പർമാരിലെ, അതായത് എംപിമാരും MLAമാരും, അവര് ചേർന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. സീക്രട്ട് ബാലറ്റിലൂടെയാണ് വോട്ടിംഗ്. ജയിക്കുന്ന ആള് 5 വർഷത്തേക്കാണ് പ്രസിഡന്റ് ആവുക. ഇനി ഈ ജോലിയുടെ പേർക്സ് എന്താണെന്നറിയാമോ? ശമ്പളം മാസം 5 ലക്ഷം രൂപയാണ്. അതുമാത്രമല്ല, വീട്, മെഡിക്കൽ സൗകര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലൈഫ് ലോങ് കിട്ടും. ഓക്കെ, അടുത്ത സെക്ഷൻ, പ്രസിഡന്റിന്റെ അധികാരങ്ങൾ. എന്തൊക്കെയാണ് ഈ പോസ്റ്റിലിരിക്കുന്ന ആളുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ്? നോക്കാം. പ്രസിഡന്റിന്റെ പവേഴ്സിനെ നമുക്ക് മെയിനായിട്ടൊരു 5 കാറ്റഗറി ആക്കാം. 1, ലെജിസ്ലേറ്റീവ്, അതായത് നിയമനിർമ്മാണം. പിന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, മിലിറ്ററി, അവസാനം എമർജൻസി പവേഴ്സ്. എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും, എല്ലാ എക്സിക്യൂട്ടീവ് ആക്ഷൻസും എടുക്കുന്നത് പ്രസിഡന്റിന്റെ പേരിലാണ്. പ്രൈം മിനിസ്റ്ററെയും മറ്റും മന്ത്രിമാരെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെ. ഇനി ലെജിസ്ലേറ്റീവ് പവേഴ്സ്. പ്രസിഡന്റ് പാർലമെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. പാർലമെന്റ് വിളിച്ചുകൂട്ടാനും പിരിച്ചുവിടാനുമൊക്കെയുള്ള അധികാരം പ്രസിഡന്റിനാണ്. ഒരു ബില്ല് നിയമമാവണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പിടണം. പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ബില്ല് ഒന്നുകൂടി നോക്കാൻ പറഞ്ഞ് പാർലമെന്റിലേക്ക് തിരിച്ചയക്കാനും പറ്റും. അത് പ്രധാനപ്പെട്ട ഒരു പവറാണ്. അടുത്തത് ജുഡീഷ്യൽ പവർ. ആർട്ടിക്കിൾ 72 അനുസരിച്ച് പ്രസിഡന്റിന് വളരെ വലിയൊരധികാരമുണ്ട്. അതായത് ശിക്ഷകൾക്ക് മാപ്പ് നൽകാനും ശിക്ഷ കുറയ്ക്കാനും, എന്തിന് വധശിക്ഷ വരെ ഒഴിവാക്കാനും പ്രസിഡന്റിന് സാധിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനി വരുന്നത് പ്രസിഡന്റിന്റെ ഒരുപക്ഷെ ഏറ്റവും പവർഫുള്ളായ അധികാരമാണ്, എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരം. ആർട്ടിക്കിൾ 352 അനുസരിച്ച് നാഷണൽ എമർജൻസി, 356 അനുസരിച്ച് സ്റ്റേറ്റ് എമർജൻസി അഥവാ രാഷ്ട്രപതി ഭരണം, പിന്നെ 360 അനുസരിച്ച് ഫിനാൻഷ്യൽ എമർജൻസി. ഇതൊക്കെ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് കഴിയും. ഓക്കെ, നമ്മൾ ഇതുവരെ ഒരുപാട് അധികാരങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പോൾ അടുത്ത സെക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആരാണ് പ്രസിഡന്റിന്റെ യഥാർത്ഥ ബോസ്? ഭരണഘടനയുടെ ഫൈൻ പ്രിന്റ് വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ഇത്രയൊക്കെ പവേഴ്സ് ഉണ്ടായിട്ടും പ്രസിഡന്റ് ആണോ ശരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 74 പറയുന്നത് എന്താണെന്നറിയാമോ? പ്രസിഡന്റിനെ ഉപദേശിക്കാനും സഹായിക്കാനും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭയുണ്ടാകും. എന്നിട്ട് പ്രസിഡന്റ് ആ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. ഷെൽ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് അഡ്വൈസ്. അതാണ് നിർണായകമായ വാക്ക്. അപ്പൊ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയല്ലോ. സിമ്പിളായി പറഞ്ഞാൽ ഇന്ത്യക്ക് 2 തലവന്മാരുണ്ട്.
പ്രസിഡന്റ് രാഷ്ട്രത്തിന്റെ തലവനാണ്, അതായത് ഹെഡ് ഓഫ് സ്റ്റേറ്റ്. പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ തലവനും, ഹെഡ് ഓഫ് ഗവൺമെന്റ്. പ്രസിഡന്റ് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു, പക്ഷേ യഥാർത്ഥ എക്സിക്യൂട്ടീവ് പവർ, അതായത് ഭരിക്കാനുള്ള അധികാരം, പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമാണ്. ശരി, ഇനി അവസാന സെക്ഷനിലേക്ക്. ഒരു പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? പറ്റും. അതിനെയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രോസസ്സാണ്. ആദ്യം പാർലമെന്റിലെ ഏതെങ്കിലും ഒരു ഹൗസ്, ലോക്സഭയോ രാജ്യസഭയോ, പ്രസിഡന്റ് ഭരണഘടന ലംഘിച്ചു എന്നൊരു ചാർജ് കൊണ്ടുവരണം. അതിന് 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. ആ ഹൗസിലെ 4/1 മെമ്പർമാർ ഒപ്പിടുകയും വേണം. എന്നിട്ട് ആ പ്രമേയം അവിടെ 2/3 ഭൂരിപക്ഷത്തിന് പാസ്സാകണം. കഴിഞ്ഞില്ല, അടുത്ത ഹൗസ് ഈ ചാർജ് അന്വേഷിക്കും. ആ അന്വേഷണത്തിന് ശേഷം അവിടെ 2/3 ഭൂരിപക്ഷത്തിന് പ്രമേയം പാസ്സായാൽ മാത്രമേ പ്രസിഡന്റിനെ പുറത്താക്കാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ ഇത് നടക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന വോട്ടിംഗിൽ MLA-മാർക്ക് പങ്കുണ്ട്, അല്ലേ? പക്ഷേ ഇംപീച്ച് ചെയ്യുന്ന കാര്യത്തിൽ അവർക്കൊരു റോളുമില്ല. അത് പാർലമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. തെരഞ്ഞെടുക്കുന്നവരിൽ എല്ലാവർക്കും പുറത്താക്കുന്നതിൽ പങ്കില്ല. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. അപ്പോ കാര്യങ്ങളുടെ എല്ലാം കാതലായൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയാണ്. ആർട്ടിക്കിൾ 60 അനുസരിച്ച് ഭരണഘടനയെയും നിയമത്തെയും സംരക്ഷിക്കുകയും പരിരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും എന്നാണ് പ്രസിഡന്റ് സത്യം ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പോ നമുക്കിതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഭരിക്കുന്നതിലല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെയും നിയമങ്ങളുടെയും ഒരു കാവൽക്കാരനായി, ഒരു മനസ്സാക്ഷിയായി വർത്തിക്കുന്നതിലാണ്. അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ചിന്തിച്ചു നോക്കൂ.